ഞങ്ങൾ പണ്ട് പോർച്ചുഗലിലുണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത്. ഇതവിടുത്തെ വളരെ ഭംഗിയുള്ളൊരു ബീച്ചാണ്. അവിടെ ഇങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ തൊട്ടടുത്തൊരു പാർക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയതാണ്. കുറേ നാളുകൾക്ക് ശേഷം ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. കാരണം അന്ന് അവൾ കുറച്ചും കൂടെ, എൻ്റെ മോള് കുറച്ചും കൂടെ ചെറുതാണല്ലോ. ഇപ്പോൾ അവൾ എന്ത് പെട്ടെന്നാണ് പിള്ളേർ വളരുന്നത്. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ആ ക്യൂട്ട്നെസ്, പണ്ടത്തെ ആ ഒരു കുസൃതി ഒന്നും ഇപ്പം ഇല്ല. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണ് പുള്ളിക്കാരത്തി. അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട്. നമ്മളും ഇങ്ങനെ ആയിരുന്നിരിക്കണം, നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, നമ്മൾ എന്ത് പെട്ടെന്നാണ് വളരുന്നതെന്നൊക്കെ. അതുപോലെ ഇപ്പോൾ ദേ നോക്കൂ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഈ സപ്പോർട്ടെന്ന് പറയുന്നത്. ഞാനൊക്കെ എൻ്റെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചുനാളിലൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അയ്യോ വീഴും 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 വീഴും, ഞാനൊന്ന് നടന്നാൽ പറയും അയ്യോ ഉടലേ വീഴും എന്ന് പറയും. അല്ലെങ്കിൽ ഒന്ന് സ്പീഡ് നടന്നാലും ഇങ്ങനെ തന്നെ പറയും. അതാണ്ട് അതിൻ്റെ മുകളിൽ കയറാനായിട്ട് പേടിച്ച് നിന്ന അവളെ അവളുടെ അച്ഛൻ ആ കയറൂ കയറൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് പിന്നെയും പിടിച്ച് കയറ്റുന്നതാണ്. അപ്പം അവളുടെ കൂടെ അവളുടെ അച്ഛനും കയറുവാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, അവളെന്ത് ഭാഗ്യമുള്ള കുട്ടിയാണ്, ഇത്രയും നല്ലൊരു അച്ഛനെ അവൾക്ക് കിട്ടിയതിൽ. എന്ത് ഭാഗ്യമാണ്, നല്ല ഫ്രണ്ടിനെ പോലെ ഒരു അച്ഛനെ അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് എന്ത് കാര്യം തുറന്നു പറയാൻ പാകത്തിനുള്ള ഒരു സ്ട്രിക്റ്റ് അല്ലാത്തൊരച്ഛനെ. അങ്ങനെ പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് അത്ര വലിയ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാരെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാൽ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ ആ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താനും. ഞാൻ നോക്കൂ, എനിക്ക് എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനും അച്ഛനോട് സംസാരിക്കാനും അച്ഛനോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ അച്ഛന്മാരോട് അങ്ങനെ ഭയങ്കര അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ. എൻ്റെ അച്ഛനെ കാണുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് വല്ലാത്ത പേടിയായിരുന്നു. അച്ഛൻ അങ്ങനെ ആയിരുന്നു ഞങ്ങളെ വളർത്തി, ഭയങ്കര സ്ട്രിക്റ്റായിട്ട്. ഒച്ചത്തിൽ മിണ്ടാൻ പാടില്ല, ഓവർ ഡിസിപ്ലിനായിട്ട് വളർത്തിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് ആ ഡിസിപ്ലിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് വേറെ കാര്യം. അങ്ങനൊന്നും ആയില്ല. പക്ഷെ എന്നാലും അങ്ങനെ